നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ്. ഭൂമി ഏറ്റെടുത്തോ എന്നുപോലും അറിയാത്ത ഘട്ടം വന്നപ്പോഴാണ് സ്വന്തം നിലയ്ക്ക് നീങ്ങിയതെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്ന് ബോധ്യം വരണമെന്നും PMA സലാം പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യ. ബാങ്ക് ജീവനക്കാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തുവാൻ തുടങ്ങും. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ബാങ്ക് ജീവനക്കാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തുവാൻ തുടങ്ങും. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റെജി എബ്രഹാം, ജീവനക്കാരായ ബിനോയ്, സുജാമോൾ എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തും. മൊഴിയിലും CCTV ദൃശ്യങ്ങളിലും നിന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിനുള്ള തെളിവുകൾ കിട്ടുമോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ജാമ്യം കിട്ടി ഇറങ്ങിയാലുടൻ ക്രിസ്മസ് കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തും. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയുവാൻ ശ്രമിച്ച VHPയെ പരിഹസിച്ച സന്ദീപ് വാര്യർ. പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് നടപടിയിൽ പരിഹാസവുമായി സന്ദീപ് വാര്യർ. സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഘപരിവാറുകാരെ പാലക്കാട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യം കിട്ടി ഇറങ്ങിയാലുടൻ ക്രിസ്തുമസ് കേക്കുമായി ഇവർ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തുന്നതാണ് എന്നായിരുന്നു പരിഹാസം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സത്യാഗ്രഹത്തിലൂടെ അല്ല, സായുധ പോരാട്ടത്തിലൂടെയെന്ന് ബീഹാർ ഗവർണർ. BJPക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ്. വിവാദം. ഇന്ത്യ കൊളോണിയൽ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് സത്യാഗ്രഹത്തിലൂടെയല്ലെന്നും ആയുധമെടുത്തതുകൊണ്ട് മാത്രമാണ് എന്നുമുള്ള വിവാദ പ്രസ്താവനയുമായി ബീഹാർ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഇന്ത്യക്കാർ സായുധ പോരാട്ടത്തിലേക്ക് കടന്നപ്പോൾ സ്വാതന്ത്ര്യത്തിനായി അവർ എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. അഹിംസയും സത്യാഗ്രഹവുമല്ല, ഇന്ത്യക്കാർ ആയുധമെടുത്തതാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും തുരത്തിയതെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ചീമേനിയും അതിരപ്പിള്ളിയും. ആണവ നിലയം കേരളത്തിൽ തന്നെ വേണമെന്നില്ല, നിവേദനത്തിൽ നിർദ്ദേശവുമായി കേരളം.
ആണവ വൈദ്യുതിക്കായി നീക്കം സജീവമാക്കി കേരളം. ആണവ നിലയം കേരളത്തിൽ തന്നെ വേണമെന്നില്ലെന്നും നിലയം സംസ്ഥാനത്തിന് പുറത്തും സ്ഥാപിക്കാമെന്നും കേരളം നിർദ്ദേശിച്ചു. ഇന്നലെ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിലാണ് കേരളത്തിന്റെ നിർദ്ദേശം. ചീമേനിയും അതിരപ്പിള്ളിയുമാണ് കേരളത്തിൽ ആണവ നിലയത്തിനായി പരിഗണിച്ച സ്ഥലങ്ങൾ. സംസ്ഥാനത്തെ തോറിയം പുറത്തെ നിലയത്തിൽ എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. തോറിയത്തിൽ നിന്നും യൂണിറ്റിന് 1 രൂപയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും നിവേദനത്തിലുണ്ട്. കേന്ദ്രമന്ത്രിക്ക് മുൻപിൽ വിശദമായ പദ്ധതി രേഖയാണ് കേരളം അവതരിപ്പിച്ചത്. വിവാദം ഭയന്നാണ് സംസ്ഥാനത്തിന് പുറത്തും കേരളം നിലയ സാധ്യത തേടുന്നത് എന്നാണ് വിവരം. അതേസമയം നിവേദനത്തോട് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പ്രതികരിച്ചു. സ്ഥലം കേരളത്തിന് തീരുമാനിക്കാം എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. എക്സാലോജിക് മാസപ്പടി കേസ് CMRLന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. എക്സാലോജിക് മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ബെഞ്ച് കേസിൽ വിശദമായ വാദം കേൾക്കും. കഴിഞ്ഞ തവണ കേസിൽ വാദം കേൾക്കവെ CMRLനെതിരെ ഗുരുതര വെളിപ്പെടുത്തലാണ് SFIO കോടതിയിൽ ഉന്നയിച്ചത്. VHP പ്രവർത്തകർ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഭവം പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും സൌഹൃദ കരോൾ ഇന്ന്. പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം VHP പ്രവർത്തകർ തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ സൌഹൃദ കരോൾ സംഘടിപ്പിക്കാനൊരുങ്ങി യുവജന സംഘടനകൾ. ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ന് സൌഹൃദ കരോൾ സംഘടിപ്പിക്കും. അധ്യാപക സംഘടനയും പ്രതിഷേധിക്കും. 9 മണിക്കാണ് ഡിവൈഎഫ്ഐയുടെ പരിപാടി. 10 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദ സംഭവം ഉണ്ടായത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്ന് ഡൽഹി ഗോൾഡഖാന സീക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കും. ക്രിസ്തുമസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹി ഗോൾഡഖാന സീക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കും. CBCIയുടെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. മതനേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 6 മണിക്കാണ് കൂടിക്കാഴ്ച. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുറപ്പുറങ്ങൾ ഇനി ഊർജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.